ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസാണ്. ഇതിപ്പോൾ ഞാൻ തലേദിവസം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്. അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ജീരകവും മല്ലിയിലയൊക്കെ ഇട്ട് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്, വേവിച്ച റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലിടുന്നത് കൊഞ്ചിടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 10 കൊഞ്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ സ്പ്രിംഗ് ഓനിയൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോണ് എല്ലാം കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട് ചെറിയൊരു എരിവിന് വേണ്ടി. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബ്രോക്കലിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമേ നമ്മൾ നമ്മുടെ മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് ശേഷമാണ് ബാക്കിയുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മുട്ട ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ട ഒത്തിരി അങ്ങ് വെന്ത് മൊരിഞ്ഞ് പോവണ്ട. അപ്പോൾ ചെറുതായിട്ടൊരു സോഫ്റ്റ് ആയിരിക്കണം. അപ്പം ഈ കണ്ടില്ലേ, ഈ ഒരു പരുവമേ ആകാവും. അപ്പോൾ നമ്മുടെ മുട്ട എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഉണ്ടാക്കിയ ആ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ 2 ടീസ്പൂൺ എണ്ണയോട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ പാനിലാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാൻ വെക്കേണ്ട കാര്യമേ ഉള്ളൂ, ഒരുപാട് പാത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി നമ്മൾ ഉള്ളിയും നമ്മുടെ ബ്രോക്കലിയും എല്ലാം കൂടെ ചേർക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് സ്പ്രിംഗ് ഓനിയനോട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഹാഫ് ഡൺ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട, കാരണം അതിനകത്തെ വെജിറ്റബിൾസിനകത്തെ ആ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് നഷ്ടമാകും ഒത്തിരി വെന്ത് പോയാൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൊഞ്ച് ചേർക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൊഞ്ച് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതൊരു ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു ലഞ്ച് കൊണ്ടുപോകാനോ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ കൊഞ്ച് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് വേകുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ കൊഞ്ച് പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളോട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൊഞ്ചിൽ ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്നതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് കുറച്ച് ഡെക്കറേഷന് വെച്ചേക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട പൊരിച്ച് വെച്ചിരിക്കുന്നതോടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നല്ലതായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ആവുന്നതിന് വരെ ഒന്ന് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷ്രിമ്പും റൈസും വെജിറ്റബിൾസും എല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കാനും നമുക്ക് ലഞ്ചിന് കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.